നമസ്കാരം. നമ്മളിന്ന് നോക്കുന്നത് വില്ലേജ് ഓഫീസിലെ ഡിജിറ്റൽ സിഗ്നേച്ചർ എങ്ങനെയാണ് ഒരു വില്ലേജ് ഓഫീസറുടെ കമ്പ്യൂട്ടറിൽ എനേബിൾ ചെയ്യുന്നത് എന്നാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം ജാവ ഇൻസ്റ്റാൾ ചെയ്യണം. ജാവ ഫ്രീ ആണ്. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം കീ ഇൻസർട്ട് ചെയ്തിട്ട് ഈ കാണിക്കുന്നത് പോലെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുക്കുമ്പോൾ ആ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ഓട്ടോമാറ്റിക്കലി നടന്നുകൊള്ളും. ഇതിനകത്ത് സോഫ്റ്റ്വെയർ ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. രണ്ട് രീതിയിലും ചെയ്യാം. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, ഇത് ഇപ്പോൾ വിൻഡോസിലാണ് ചെയ്യുന്നത്. നമുക്ക് ലിനക്സിലാണെങ്കിൽ വേറൊരു മെത്തേഡാണ്. അപ്പോൾ അതിനുള്ള കമാൻഡുകൾ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ ഈ ജാവ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഈ കീ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അപ്പോൾ ആ വിൻഡോ ക്ലോസ് ചെയ്യുക. എന്നിട്ട് അവിടെ ഒരു അപ്ഡേഷൻ മെസ്സേജ് ചോദിക്കും, അത് അപ്ഡേറ്റ് ചെയ്യുക. വീണ്ടും ബാലൻസ് അതിൻ്റെ ഇൻസ്റ്റാളേഷൻസ് നടക്കും. പൂർണ്ണമായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഡെസ്ക് ടോപ്പിൽ തന്നെ NIC ഡിസൈൻ എന്നും പ്രോക്സ് കീ എന്നും പറഞ്ഞിട്ടുള്ള ഒരു 2 ഐക്കൺസ് വരും. അവിടെ ടോക്കൺ ടൂൾ ഇൻസ്റ്റാൾഡ് സക്സസ്ഫുള്ളി കാണിച്ചു. വിൻഡോസിൽ വളരെ എളുപ്പമാണ്, നമുക്ക് ക്ലിക്ക് ചെയ്ത് ചെയ്യാം. മറ്റേത് കമാൻഡുകളാണ് കൊടുക്കേണ്ടത്. ഇത് നമ്മളിപ്പോൾ നോക്കുന്നത് ഈ കീ എങ്ങനെ റെലിസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അതുകൊണ്ട് ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിൽ ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. റിലീസിൽ ഇൻകോർപ്പറേറ്റ് ചെയ്താൽ മാത്രം മതി. അത് മാത്രമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതിന് വളരെ സിമ്പിളാണ്. ഇപ്പോൾ ലിനക്സിലായാലും ഉബുണ്ടുവിലായാലും വില്ലേജ് ഓഫീസർ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പിലായാലും കമ്പ്യൂട്ടറിലായാലും ഓൾറെഡി ഈ കീ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കീ ഇൻസ്റ്റാൾ ചെയ്യുക എന്നതല്ല വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ NIC ഡിസൈൻ റൺ ചെയ്യുക. അപ്പോൾ അവിടെ റണ്ണിങ് സക്സസ്ഫുള്ളി കാണിക്കും. വിൻഡോ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആകും. അപ്പോൾ റണ്ണിങ് സക്സസ്ഫുള്ളി ആണ്. ഇനിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഫയർഫോക്സ് ആണെങ്കിൽ ഇനി അതല്ല ക്രോം ആണെങ്കിൽ അതെടുക്കുക. നമ്മുടെ revenue.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിനകത്ത് ഒഫീഷ്യൽ ലോഗിൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നോർമലി യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ ഒരു സ്ക്രീൻ കാണിക്കും. നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞൊരു സ്ക്രീൻ കാണിക്കും. ആ സ്ക്രീനിലാണ് ഇത് എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടത്. ഡിജിറ്റൽ കീ ഇൻസർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഉറപ്പിക്കുക. കണക്റ്റ് കൊടുക്കുക. അവിടെ ടോക്കൺ ഈ പാസ്വേഡൊക്കെ പിന്നെയാണ്. ആദ്യം കണക്റ്റ് കൊടുക്കുമ്പോഴാണ് ഇൻസ്റ്റാളേഷൻസ് വരുന്നത്. അവിടെ ചെറിയ പ്രോസസ്സാണ്. ഇതിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ടാണ് ഡയറക്റ്റ് കയറി പോകുന്നത്. കണക്റ്റ് കൊടുക്കുമ്പോൾ ആ ബ്രൗസറുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ റിലീസിലേക്ക് നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചറിനെ കണക്റ്റ് ചെയ്യും. കണക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പബ്ലിക് റിക്വസ്റ്റ്, അതിനകത്ത് ഇപ്പോൾ തൽക്കാലം BTR റിക്വസ്റ്റാണുള്ളത്. എങ്ങനെയാണ് സൈൻ ചെയ്യുന്നതെന്ന് കാണിക്കാം. BTR റിക്വസ്റ്റ് എടുക്കുക, ഒരു റിമാർക്സ് ടൈപ്പ് ചെയ്യുക. വ്യൂ ഡ്രാഫ്റ്റ് ഉണ്ട്, നമുക്ക് അപ്രൂവും കൊടുക്കാം. അപ്രൂവ് കൊടുക്കുമ്പോൾ സക്സസ്ഫുള്ളി അപ്രൂവ്ഡ് കാണിക്കുകയും ഒപ്പം സൈൻ PDF എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അവിടെ നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇതാണ് BTR പകർപ്പ്. കണ്ടോ, ഇത് സൈൻ ചെയ്തു. നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാം. വീണ്ടും രണ്ടാമത്തത് എടുക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ ഒരു റിമാർക്സ് കൊടുക്കുന്നു, അപ്രൂവ് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു, വീണ്ടും ഒരു ഓക്കെയും കൂടി കൊടുക്കുന്നു. സൈൻ PDF സാധാരണ ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യുന്നത് പോലെ തന്നെയാണ്. അപ്രൂവ് ആയതിനു ശേഷമാണ് സൈൻ ചെയ്യുന്നത്. ഓക്കെ ചെയ്യുക, കൺഫേം സൈൻ കൊടുക്കുക. ഇത്രയും കൊടുക്കുന്നതോട് കൂടിയിട്ട് ഈ 2 BTR ആപ്ലിക്കേഷൻസും ഇവിടെ അപ്രൂവായി. അതേപോലെ തന്നെ നമുക്ക് ഇതായിപ്പം പെൻഡിങ് 0 ആണ് കാണിക്കുന്നത്, നോ റെക്കോർഡ്സ് ഫൗണ്ട് ആണ്. അപ്രൂവ്ഡ് റിക്വസ്റ്റിനകത്ത് നമുക്ക് കാണാം. അവിടുന്ന് നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം. കണ്ടോ, ഇതാണ് BTRൻ്റെ പകർപ്പ്. ഇത് QR കോഡെല്ലാം ഉണ്ട്. ഡിജിറ്റലി സൈൻഡ് ബൈ ഇന്നയാളെന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് മെസ്സേജ് കാണിക്കും. കൃത്യമായിട്ട് എംബ്ലത്തോട് കൂടിയിട്ട് വരുന്നതാണ്. ഇത് ആർക്ക് വേണമെങ്കിലും വെരിഫൈ ചെയ്യാം. QR കോഡ് വെച്ച് വെരിഫൈ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പ് സർട്ടിഫിക്കറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി ഫീസ് അടച്ച് വരുന്നതാണ്. ഫീസ് അടച്ചാൽ മാത്രമേ അവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് കൊടുക്കുമ്പോൾ ഫീസ് അടച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കേണ്ടതില്ല, ധൈര്യമായിട്ട് കൊടുക്കാം. മാത്രമല്ല ഇത് പ്രകാരമുള്ള പൈസ വീണ്ടും പിന്നെ കൊണ്ടുപോയി നമുക്ക്
ട്രഷറിയിലോ ബാങ്കിലോ ഒന്നും കൊണ്ടുപോയി അടയ്ക്കേണ്ടതില്ല. അങ്ങനൊരു വലിയ നേട്ടവും കൂടി ഇതിനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ എങ്ങനെയാണ് ലിനക്സിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ള കമാൻഡുകൾ ഞാനിടാം. പക്ഷേ ReLISൽ വില്ലേജ് ഓഫീസർ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഒരു സ്ക്രീൻ കാണിക്കുന്നതാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഇതുവരെയും കണക്ട് ചെയ്തിട്ടില്ല എന്ന്. അത് നമ്മൾ ഡു ലേറ്റർ കൊടുത്താണ് പലപ്പോഴും പോകാറുള്ളത്. അത് ഡു ലേറ്റർ കൊടുക്കാതെ അത് കണക്ട് ചെയ്ത് തന്നെ പോവുക. കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ കുത്തിയതിന് ശേഷം ReLIS ഓൺ ചെയ്യുക. ReLIS ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ആ ReLIS വഴി നമുക്ക് ലൊക്കേഷൻ മാപ്പ് കൊടുക്കാം, തണ്ടപ്പേര് പകർപ്പ് കൊടുക്കാം, BTR പകർപ്പ് കൊടുക്കാം, പിന്നെ FMBയുടെ പകർപ്പും കൊടുക്കാം. പക്ഷേ FMBയുടെ പകർപ്പ് വളരെ ചുരുക്കം വില്ലേജുകളിലേ ഉള്ളൂ. പക്ഷേ ഇനി ഡിജിറ്റൽ സർവേ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ FMBയുടെ പകർപ്പും നമുക്ക് ഓൺലൈനായിട്ട് അതുവഴി തന്നെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കക്ഷികൾ എങ്ങനെയാണ് BTRനും തണ്ടപ്പേരിനും ലൊക്കേഷൻ മാപ്പിനും ഒക്കെ അപേക്ഷിക്കുന്നത് എന്നത് സംബന്ധിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പരമാവധി ഡിജിറ്റലി ചെയ്യാൻ പറ്റുന്നത് തെറ്റൊന്നുമില്ലാത്ത, അതായത് ചില സ്ഥലത്ത് BTR തെറ്റുണ്ടാവും, തെറ്റില്ലാത്ത രേഖകളൊക്കെ എങ്കിലും കറക്റ്റായിട്ട് ഇതുവഴി കൊടുക്കാനൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ്. നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.